സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് അല്ലെങ്കിൽ എഗോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മളെ തെറ്റിപ്പിക്കാറുള്ള ഒന്നാണ് ഈ ലാസ്റ്റും എഗോയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ എന്നൊരർത്ഥമുണ്ട്. അതല്ല എങ്കിൽ അന്തിമമായ, അവസാനത്തേത് എന്നുള്ള അർത്ഥവുമുണ്ട്. ഇനി എഗോയുടെ അർത്ഥം എന്താണ്? എഗോയുടെ അർത്ഥം മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, നിങ്ങൾക്ക് എൻ്റെ സെക്ഷനുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അടിയിൽ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണ്, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഒരു പേജുണ്ട്, അതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക. അപ്പോഴും പുതിയതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ താഴെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് വായിച്ച് നോക്കുക. ഇവിടെ ഞാൻ ചില ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. അതായത് ലാസ്റ്റ്, കഴിഞ്ഞ എന്നുള്ളത്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം. ഇനി നമുക്ക് പറയാവുന്നതാണ് ലാസ്റ്റ് വാണിംഗ്. ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ നിനക്ക് അവസാനമായിട്ട് തരുന്ന വാണിംഗ് ആണ്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക. അതാണ് ലാസ്റ്റ് വാണിംഗ്. മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇനി നമുക്ക് എഗോ വെച്ചുള്ള ഉദാഹരണങ്ങൾ. എഗോ എന്താണ് ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ എന്നുള്ളത്. 2 weeks എഗോ, മുമ്പ് എന്നാണ് എൻ്റെ അർത്ഥം എഗോയ്ക്ക്. അപ്പോൾ 2 weeks എഗോ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ്. എ ഫ്യൂ മിനിറ്റ്സ് എഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾക്ക്, മിനിറ്റുകൾക്ക് മുമ്പ്. എ ഇയർ എഗോ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഒരു വർഷം മുമ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.